നമസ്കാരം. ദേവിയുടെ അനന്തമായ അനുഗ്രഹം തേടി ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത സമയം, എത്ര പ്രാർത്ഥിച്ചാലും ഫലം കിട്ടുന്നില്ലെന്ന് തോന്നുന്ന സമയം. അപ്പോൾ നമ്മൾ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നല്ല കാലം വരുമോ? ദേവിയുടെ അനുഗ്രഹം എനിക്കുണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങൾ ഒരിക്കലെങ്കിലും നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. ഹൈന്ദവ വിശ്വാസപ്രകാരം ദൈവം നമ്മളോട് പലപ്പോഴും സൂചനകളിലൂടെ സംസാരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ സംഭവങ്ങളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ കാണുന്ന ചെറിയ അടയാളങ്ങളിലൂടെയുമായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ആത്മീയ തൊടുകുറി പരീക്ഷണമാണ്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന 3 കുങ്കുമപ്പൊട്ടുകൾ സാധാരണ ഒന്നല്ല. കുങ്കുമം എന്നത് ദേവീശക്തിയുടെ പ്രതീകമായിട്ട് ഹൈന്ദവ സംസ്കാരത്തിൽ കരുതപ്പെടുന്ന ഒന്നാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുങ്കുമം ദേവിയുടെ അനുഗ്രഹത്തിന്റെ അടയാളമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 കുങ്കുമപ്പൊട്ടുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്ന ആ ഒരു ചിത്രത്തിന് ദേവി നൽകുന്ന ഒരു സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ആത്മീയ വിശ്വാസം പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് വെറുമൊരു കളിയല്ല, ഇത് ഒരു ആത്മീയ അനുഭവമായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങൾ എവിടെയായാലും കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ ദേവിയുടെ രൂപം ധ്യാനിക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ദേവി അത് ആരായാലും മതി, അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുക. ശാന്തമായി മനസ്സിൽ പറയുക, അമ്മേ, എൻ്റെ ജീവിതത്തിന് നീ നൽകുന്ന സന്ദേശം എന്താണ്? ഒരു നിമിഷം ആ പ്രാർത്ഥന മനസ്സിൽ പറഞ്ഞതിനു ശേഷം ഇവിടെ കാണുന്ന 3 കുങ്കുമപ്പൊട്ടുകൾ വീണ്ടും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കുങ്കുമപ്പൊട്ട്, രണ്ടാമത്തെ കുങ്കുമപ്പൊട്ട്, മൂന്നാമത്തെ കുങ്കുമപ്പൊട്ട്. ഈ 3-ൽ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ആകർഷിക്കുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ആലോചിക്കേണ്ടതില്ല. കാരണം ഈ ഒരു തൊടുകുറിയിൽ നിങ്ങളുടെ മനസ്സിന്റെ ആദ്യത്തെ തോന്നലാണ് പ്രധാനം. ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതസ്ഥിതിയെ തന്നെ സൂചിപ്പിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ചിത്രം അതുതന്നെയാണ് ദേവി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കുറച്ച് സമയം തരാം. ശാന്തമായി നോക്കുക. ഏത് കുങ്കുമപ്പൊട്ടാണ് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്നത്? 1 ആണോ, 2 ആണോ, അല്ലെങ്കിൽ 3 ആണോ? ശാന്തമായി തീരുമാനിക്കുക. നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തെങ്കിൽ ആ ഒരു ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. കാരണം ഇനി പറയാൻ പോകുന്ന ഫലം നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പർ കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. കാരണം ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങളും സംഭവങ്ങളും ഇത്തരത്തിലുള്ള തൊടുകുറി വീഡിയോകളിൽ പങ്കുവയ്ക്കാറുണ്ട്. അതിലൂടെ മറ്റുള്ളവർക്ക് കൂടി ഒരു ആത്മീയ അനുഭവം ലഭിക്കാറുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ തയ്യാറാണോ? അമ്മയുടെ അനുഗ്രഹം വരാനിരിക്കുന്നവർ ആരൊക്കെയെന്ന് ഇനി നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ കുങ്കുമഭരണി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. 1-ാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ ഒരു തിരഞ്ഞെടുപ്പ് യാദൃശ്ചികമല്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1-ാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ആത്മീയ സൂചന എന്നാണ് ഈ തൊടുകുറി പറയുന്നത്. നിങ്ങൾ സാധാരണയായിട്ട് മനസ്സിൽ വളരെ നല്ലതും ശുദ്ധവുമായിട്ടുള്ള ചിന്തയുള്ള ആളുകളാണ്. മറ്റുള്ളവർക്കായിട്ട് സഹായിക്കാൻ നിങ്ങൾ പലപ്പോഴും തയ്യാറാകാറുണ്ട്. പക്ഷെ സത്യമായി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് ഞാൻ ഇത്രയും പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നു? പക്ഷെ ഈ തൊടുകുറി പറയുന്ന സന്ദേശം ഇതാണ്: ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാന പരീക്ഷണങ്ങളിൽ ഒന്നായിരിക്കാം. ദേവിയുടെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മന്ദഗതിയിലായിട്ടെങ്കിലും പ്രവേശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ മനസ്സിന് കൂടുതൽ ശാന്തിയും ആത്മവിശ്വാസവും ലഭിക്കും.
പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു വിഷമമായിരിക്കാം. ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഒരു നല്ല മാറ്റം സംഭവിക്കാം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടെ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ സഹായം വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഒരു സുഹൃത്തായിരിക്കാം, ഒരു ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുമായിരിക്കാം. ആ വ്യക്തി വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം തുറക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. കൂടാതെ നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയും വിശ്വാസവുമാണ്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാലും ചില കാര്യങ്ങൾ ശരിയായ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദേവിയുടെ സന്ദേശം നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്കല്ല, എൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട്. ഇനി ഒരു ചെറിയ പരിഹാരവും കൂടെ പറയാം. ഒരു വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് വേണ്ടി ഒരു ചെറിയ നെയ്ദീപം തെളിയിക്കുക, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല ഊർജം എത്തിക്കാൻ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഒന്നാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വാർത്ത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയും വിശ്വാസവും നിലനിർത്തുക. അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഊർജത്തോടും അവസ്ഥയോടും ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ സമയമാണ് അടുത്തിരിക്കുന്നത് എന്ന സൂചനയായിരിക്കാം. നിങ്ങൾ സാധാരണയായിട്ട് വളരെ അകത്തളത്തിലെ ശക്തിയുള്ള വ്യക്തിയാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതെ നിങ്ങൾ സ്വയം സഹിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ എന്തോ ഒരു കാരണത്താൽ അത് വീണ്ടും വീണ്ടും നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം കാര്യങ്ങൾ ഇങ്ങനെ വൈകുന്നത്? പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശരിയായ സമയത്ത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുവരും. ഈ തൊടുകുറി പറയുന്ന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ വൈകല്യങ്ങൾ പലപ്പോഴും ഒരു വലിയ മാറ്റത്തിന് മുൻപുള്ള സമയമായിരിക്കും. പലപ്പോഴും വലിയ ഭാഗ്യം വരുന്നതിന് മുൻപ് ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ പരീക്ഷണങ്ങൾ നമ്മെ കൂടുതൽ ശക്തരാക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ചില നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പതുക്കെ സാക്ഷാത്കരിക്കാൻ തുടങ്ങും. അത് ഒരു ജോലി സംബന്ധമായിട്ടുള്ള അവസരമായിരിക്കാം, സാമ്പത്തിക പുരോഗതി ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ സമാധാനമായിരിക്കാം. ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഒരു നല്ല മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി വരാൻ സാധ്യതയുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഒരു സുഹൃത്തായിരിക്കാം, ഒരു സഹപ്രവർത്തകനോ സഹപ്രവർത്തകയോ ആയിരിക്കാം, ഇനി അതുമല്ലെങ്കിൽ ഒരു പഴയ പരിചയക്കാരൻ പോലും ആയിരിക്കാം. ആ വ്യക്തിയുടെ സഹായം വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന സൂചനയും കൂടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ തുടക്കം സംഭവിക്കാനുള്ള സമയം അടുത്തിരിക്കാം. പലപ്പോഴും നമ്മൾ പഴയ വിഷമങ്ങൾ പിടിച്ചു നിൽക്കുമ്പോൾ പുതിയ അവസരങ്ങൾ കാണാതെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പഴയ നെഗറ്റീവ് ചിന്തകൾ വിട്ട് മുന്നോട്ട് പോകുക എന്നതാണ്. ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കാതെ പോകില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ കൂടുതൽ വിശ്വാസം വയ്ക്കണം. പലപ്പോഴും നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ തന്നെ വിലമതിക്കാതെ പോകുന്നുണ്ടാകാം. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരാൻ സാധ്യതയുണ്ട്.
ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശാന്തമായി ആലോചിക്കുക. ഇനി ഒരു ചെറിയ ആത്മീയ പരിഹാരവും കൂടെ പറയാം. ഒരു ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് വേണ്ടി ചുവന്ന പൂവ് സമർപ്പിക്കുക. അത് നിങ്ങൾക്ക് ഒന്നുകിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ദേവീ ചിത്രത്തിന്റെ മുന്നിലും സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ദേവിയുടെ പേരിൽ, ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു ചെറിയ ദീപം തെളിയിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല ഊർജം എത്തിക്കാൻ സഹായിക്കും എന്നതാണ്. ഇനി അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ രണ്ടാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരത്തിന്റെ വാതിൽ തുറക്കാനുള്ള സമയം അടുത്തിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയും വിശ്വാസവും നിലനിർത്തുക. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അമ്മയുടെ പൂർണ്ണ അനുഗ്രഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കും എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അമ്മേ നാരായണ എന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയണം. നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് സാധാരണ ഒരു യാദൃശ്ചികത മാത്രമല്ല. പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ ആദ്യ തോന്നൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നാണ് ആത്മീയ വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്നാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഒരു വളരെ നല്ല സൂചന എന്നാണ് ഈ തൊടുകുറി പറയുന്നത്. നിങ്ങൾ സാധാരണയായി വളരെ സ്നേഹമുള്ളവരും കരുണയുള്ളതുമായിട്ടുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്ന ആളാണ്. പലപ്പോഴും മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സത്യമായി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നിങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാകാം. ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എൻ്റെ ജീവിതത്തിൽ നല്ല സമയം എപ്പോഴാണ് വരുന്നത്. പക്ഷെ ഈ തൊടുകുറി പറയുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഭാഗ്യകാലം ആരംഭിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത വളരെ പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു ജോലി ലഭിക്കുന്നതായിരിക്കാം, സാമ്പത്തിക നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരിക്കാം. ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന സൂചനയും കൂടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അവസരം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഭയത്താൽ അല്ലെങ്കിൽ സംശയത്താൽ അവസരങ്ങൾ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചെറിയതായി തോന്നുന്ന ഒരു അവസരം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടെ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വ്യക്തിയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. അത് ഒരു സുഹൃത്താകാം, ഒരു ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പരിചയം പോലും ആയിരിക്കാം. ആ വ്യക്തി വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ട നാളായിട്ടുണ്ടായിരുന്ന ഒരു വിഷമം അത് പതുക്കെ മാറിപ്പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാകാൻ തുടങ്ങും. ദേവിയുടെ സന്ദേശം നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പതുക്കെ മാറിപ്പോകും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാകാം. ഇനി ഒരു ചെറിയ ആത്മീയ പരിഹാരം പറയാം. ഒരു വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് വേണ്ടി ചുവന്ന പൂവ് സമർപ്പിക്കുക. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാം, അതല്ല എങ്കിൽ വീട്ടിൽ തന്നെ ദേവിയുടെ ചിത്രത്തിന് മുന്നിലായിട്ടും സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ദേവിയുടെ ചിത്രത്തിന് മുന്നിലായിട്ട് ഒരു ചെറിയ ദീപം കൂടെ തെളിയിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല ഊർജം എത്തിക്കാൻ സഹായിക്കും. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ മൂന്നാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ മാറ്റത്തിന്റെ തുടക്കം വളരെ അടുത്തിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയും വിശ്വാസവും നിലനിർത്തുക. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ കുങ്കുമപ്പൊട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.